ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് ചിന്തിക്കുന്നത്. നിങ്ങളുടെ വാക്ക് കൃപയോടുകൂടിയും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഇപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ വാക്ക് കൃപയോടുകൂടി ഉള്ളതായിരിക്കട്ടെ, ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ദുഷ്ട മനസ്സിൻ്റെ ഉൽപ്പന്നമാണ് ചീഞ്ഞു നാറുന്ന ദോഷ ആരോപണങ്ങൾ. ഒരുവൻ്റെ ആത്മവീര്യം തകർത്ത് ആയതിൽ നിന്നും നേട്ടമുണ്ടാക്കുക എന്നത് പിശാചിൻ്റെ ജോലിയത്രേ എന്ന് പറഞ്ഞത് ലോക പ്രശസ്തനായ ജോർജ് ബെർണാഷയാണ്. അപ്പം ആയുധം കൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന മുറിവ് കാലക്രമത്തിൽ കരിയും. വാക്കുകൊണ്ട് ഉണ്ടാകുന്ന മുറിവ് ഒരു കാരണവശാലും മരണം വരെ മാറാതെ മനുഷ്യ മനസ്സിനെ വേദനിപ്പിച്ച് കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആത്മീകമായ വർധനയ്ക്കായി നല്ല വാക്കല്ലാത്തതൊന്നും വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ വിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിലൂടെ ശക്തമായ ഭാഷയിലാണ് പ്രബോധിപ്പിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആയത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്ക വാക്കുകൾ പ്രയോഗിക്കണം. ആ പ്രയോഗിക്കുന്ന വാക്കുകൾ കേൾക്കുന്നവർക്ക് ആത്മീയമായ വർധനയ്ക്കായി ഉപകരിക്കണം. മാത്രമല്ല, നല്ല വാക്കല്ലാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ പാടില്ല, പുറപ്പെടരുത് എന്നാണ് വിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അഭിനന്ദന വാക്കുകൾ സന്തോഷവും ആവേശവും പുതിയ ഊർജവും നമുക്ക് പ്രദാനം ചെയ്യും. അപവാദത്തിനും പരദൂഷണത്തിനും പ്രഹരശേഷിയും പ്രചരണശേഷിയും വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവഹേളന ശബ്ദം ആരെയും വളർത്തുകയില്ല, തളർത്താൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സദൃശ്യവാക്യങ്ങളിൽ 12-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്, മനോവ്യസന നിമിത്തം മനുഷ്യൻ്റെ ഹൃദയം തളരുന്നു. സഹജീവികൾക്ക് മനോവ്യസനം ഉണ്ടാക്കത്തക്ക നിലയിൽ നമ്മുടെ വായിൽ നിന്ന് ദുഷിച്ച വാക്കുകൾ, പരദൂഷണവും അപവാദ പ്രചരണങ്ങളും ഉണ്ടാകുമ്പോൾ കേൾക്കുന്ന സഹോദരന് മനോവ്യസനം നിമിത്തം അവൻ്റെ ഹൃദയം തകരുന്നു. കൂടാതെ ഒരു നല്ല വാക്കോ ആയതിനെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നത്. ക്രൂശ് മരണത്തിന് മുമ്പ് കർത്താവായ യേശു കേട്ട ഏതാനും നല്ല വാക്കുകൾ വലതുഭാഗത്തെ കള്ളൻ്റേത് മാത്രമായിരുന്നു. അപ്പോൾ സഹജീവികളെ വെഞ്ചാമരം കൊണ്ട് വീശിയില്ലെങ്കിലും അവരുടെ ഹൃദയം തകർന്ന് പോകുമാറ് സംസാരിക്കരുത്. മരണത്തെ മുഖാമുഖം കണ്ടവർ പോലും സാന്ത്വന വാക്കുകളാൽ ജീവിത ദർശനത്തോടെ തിരിച്ചു വന്ന സംഭവങ്ങൾ നമുക്ക് അറിയാം. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് പ്രഹരമേൽപ്പിക്കാതെ
സാന്ത്വനം നൽകുവാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരുടെ ഹൃദയത്തെ, മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കാതിരിക്കുക. വാക്കുകൾ കൊണ്ട് പ്രഹരമേൽപ്പിക്കാതെ സാന്ത്വനം നൽകുവാൻ നമുക്ക് കഴിയണം. സദൃശ്യവാക്യം 16-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്: ഇമ്പമുള്ള വാക്ക് തേൻകട്ടയ്ക്ക് സമാനമാണ്. ഇമ്പമുള്ള വാക്ക് കേൾക്കുന്നവരുടെ മനസ്സിന് മധുരം പ്രദാനം ചെയ്യുന്നു. ഇമ്പമുള്ള വാക്ക് സംസാരിക്കുവാൻ നമുക്ക് സാധ്യമായാൽ കേൾക്കുന്നവരുടെ അസ്ഥികൾക്കും പറയുന്നവൻ്റെ അസ്ഥികൾക്കും അതൊരു ഔഷധമായി പരിണമിക്കുമെന്നാണ് സദൃശ്യവാക്യം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാതെ, മറ്റുള്ളവരെ വ്യക്തിപരമായി വേദനിപ്പിക്കാതെ, നമ്മുടെ വായിൽ നിന്ന് നല്ല വാക്കുകൾ പുറപ്പെടുവാൻ, നമ്മുടെ വായിൽ നിന്ന് നല്ല വാക്കുകൾ പുറപ്പെടട്ടെ. പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിലെ ചിന്തകനും ഒരു ബിഷപ്പുമായിരുന്ന കാർഡിനൽ ന്യൂമാൻ്റെ അടുത്ത് കുറച്ച് വിദ്യാർത്ഥികൾ കടന്നു ചെന്നു. വിദ്യാർത്ഥികൾ കാർഡിനൽ ന്യൂമാനോട് ചോദിച്ച ചോദ്യം ഇപ്രകാരമായിരുന്നു: ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച ആ വിദ്യാർത്ഥികളോട് കാർഡിനൽ ന്യൂമൻ പറഞ്ഞ മറുപടി പ്രകാരമാണ്: എന്താണ് ഒരു ഉത്തമ മനുഷ്യൻ്റെ മാനദണ്ഡമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ഒരു ഉത്തമനായ മനുഷ്യൻ, ഉത്തമനായ ഒരു ക്രിസ്ത്യാനി, ഹീ നെവർ ഇംപീച്ചസ് ദി ഫീലിങ്സ് ഓഫ് അതേഴ്സ്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി, ഉത്തമനായ ക്രിസ്ത്യാനി മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ ജീവിക്കുന്നവനായിരിക്കും. ആയതുകൊണ്ട് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ നല്ല വാക്കുകൾ കൊണ്ട് സന്തോഷവും സമാധാനവും സഹജീവികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.